ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മരുന്ന് ലേഹ്യമാണ്. പണ്ടൊക്കെ എല്ലാവരും കർക്കിടക മാസത്തിൽ സ്ഥിരമായി ഉണ്ടാക്കി കഴിക്കാറുള്ള ലേഹ്യം. പണ്ട് ഇത് ഉണ്ടാക്കാൻ കുറേ സമയം വേണം. സാധനങ്ങൾ വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചാണ് ഉണ്ടാക്കാറ്. എന്നാൽ ഇപ്പോൾ ആയുർവേദ കടയിൽ നിന്ന് ഇതിൻ്റെ പൊടി നമുക്ക് വാങ്ങാൻ കിട്ടും, അതിൽ ചേർക്കേണ്ട സാധനങ്ങളും. അതുകൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഞാനിത് 1/2 കിലോ പൊടി വാങ്ങിച്ചിട്ടുണ്ട്. 1/2 കിലോ പൊടിയും അതിൻ്റെ സാധനങ്ങളും വാങ്ങി അതുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. കർക്കിടക മാസത്തിൽ പ്രതിരോധശേഷി വളരെ കുറവായതുകൊണ്ട് പ്രതിരോധശേഷി കൂടാനും നടുവേദന, മുടി കൊഴിച്ചൽ, മുടി വളരാൻ, രക്തക്കുറവ്, ശരീരത്തിന് ബലം കിട്ടാൻ, അങ്ങനെ നമ്മുടെ ആരോഗ്യം നന്നാക്കാൻ ഈ മരുന്ന് കഴിച്ചാൽ മതി. പ്രസവ ശുശ്രൂഷ മരുന്നായി കഴിക്കുന്ന ആ ലേഹ്യം ഇത് തന്നെയാണ്. ഇത് തയ്യാറാക്കാനായി ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ ഉരുളിയിലേക്ക് കൽക്കഷ്ണം തെങ്ങിൻ ശർക്കര ആണ് ചേർക്കുന്നത്. ശർക്കര, ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ശർക്കര പാനിയാക്കി എടുക്കാൻ. ഈ ശർക്കരയ്ക്ക് പകരം വെല്ലം ചേർത്തും ഉണ്ടാക്കാം. ഇതാണ് ശർക്കര, കോക്കനട്ട് ശർക്കര. ഇതുപോലെയുള്ള ഒരു 1.5 കഷ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായി ഇട്ടിട്ടില്ല, മധുരം കൂടുതലാവുന്നതുകൊണ്ട് കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മുഴുവനായി ഇടാം, നല്ല മധുരം ഉണ്ടാവും. ഇനി ശർക്കരയും കൽക്കഷ്ണവും നല്ലപോലെ അരിഞ്ഞ് വരണം. ശർക്കര പനിയായി വരണം. ഈ പൊടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. ശർക്കരയെല്ലാം അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എള്ളെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. എള്ളെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. പണ്ടൊക്കെ ഈ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റാത്തവർ ഇതിൽ പൊടിച്ചിട്ടുള്ള ചതുപ്പയും അയമോദകവും മാത്രം വെള്ളത്തിൽ കുതിർത്ത് അരച്ച് രാത്രി ദോശക്കല്ലിൽ ഒഴിച്ചു വെക്കും. രാവിലെ അത് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അവർ ആരോഗ്യം നന്നാക്കും. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും ചേർത്ത് നല്ലപോലെ നെയ്യും എള്ളെണ്ണയും ഇതിൽ മിക്സ് ആവുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കാനുണ്ട്. മിക്സി ജാറിലേക്ക് കുറച്ച് മുന്തിരി, എള്ള്, ബദാം, കസ്കസ് എല്ലാം 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആ കുതിർത്ത് വെച്ച ഇതെല്ലാം മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. കസ്കസ് എല്ലാം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് ഒന്ന് അരച്ചെടുത്ത് ഇനി ഇതിലേക്ക് അരച്ചെടുത്ത മിക്സ് ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കട്ടയെല്ലാം ഉടച്ച് ഇത് അരച്ച് വെച്ച മിക്സ് ചേർത്ത് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ആറി ശർക്കരപ്പാനിയും എല്ലാം കൂടെ ഒന്ന് കട്ടിയായി വരണം. ശർക്കരപ്പാനി നൂൽപ്പരുവ് ആവണ്ട, അതിന് മുമ്പേ തന്നെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം. നൂൽപ്പരുവ് ആവാൻ നിന്ന് കഴിഞ്ഞാൽ ലേഹ്യം ഉണ്ടാക്കുന്ന സമയത്ത് അത് തണുത്ത് വരുമ്പോഴത്തേക്ക് കട്ടിയായി പോകും. അതുകൊണ്ട് ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ഒരുമിച്ച് പൊടി ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറച്ചായിട്ട് പൊടി ചേർത്ത് കൊടുത്ത് കുറച്ചായി ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ ഇത് ഓരോ സ്ഥലത്ത് കട്ടിയായിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ചായി ഇട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം.
ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തയ്യാറാക്കി നോക്കി കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇത് നല്ല ടേസ്റ്റാണ്, കയ്പ്പൊന്നും ഉണ്ടാവില്ല. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്ത് തണുത്ത ശേഷം കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. നല്ലപോലെ തണുത്ത ശേഷം തേൻ ചേർത്ത് വെള്ളമൊന്നുമില്ലാതെ കഴുകി ഉണങ്ങിയ ഭരണിയിലേക്ക് ഇനി ഇത് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ തണുത്ത ശേഷം അതുപോലെ തന്നെ ഉണങ്ങിയ സ്പൂണ് കൊണ്ട് തന്നെ ഇത് കോരി കഴിക്കാൻ എടുക്കുകയും ചെയ്യണം. വെള്ളത്തോടെ എടുത്തു കഴിഞ്ഞാൽ മരുന്ന് പെട്ടെന്ന് കേടായി പോകും. ഇത് രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കുന്ന സമയത്തും കഴിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.